ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. ട്രംപിന്റെ സെയിൽസ് പിച്ച് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ F-35 ഇന്ത്യക്ക് നൽകാൻ അമേരിക്ക തയ്യാറാണ് എന്ന് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഡൊണാൾഡ് ട്രംപ്, അതായത് നമ്മളുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്ക സന്ദർശിച്ച വേളയിൽ ഡൊണാൾഡ് ട്രംപ് ഒരു സെയിൽസ് പിച്ച് നടത്തിയിരുന്നു. ഇന്ത്യയെ കൊണ്ട് F-35 മേടിപ്പിക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ട്രംപ് നടത്തിയിരുന്നു. അതായത് അമേരിക്ക F-35 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സ് ഇന്ത്യക്ക് തരാൻ തയ്യാറാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ പബ്ലിക്കായിട്ട് തന്നെ അദ്ദേഹം ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് മുതൽ ഈ അടുത്ത സമയം വരെ, അല്ലെങ്കിൽ ഈ ഒരു റീസെന്റ് ടൈം വരെ, ഇന്ത്യ ഒഫീഷ്യലി എന്നുവെച്ചാൽ നമ്മൾ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിന്റെ വക്താക്കളൊന്നും തന്നെ നമ്മുടെ ഈ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ജയശങ്കർ ആയാലും ശരി, ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയാലും ശരി, അല്ലെങ്കിൽ നമ്മുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പിന്നെ സ്പോക്സ് പേഴ്സൺസോ വക്താക്കളോ ഒന്നും തന്നെ അതിനെക്കുറിച്ച് യാതൊരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുകയോ സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കുകയോ ഒന്നും തന്നെ നമ്മൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രതികരിച്ചിട്ട് പോലുമില്ല. കാരണം ഇന്ത്യയുടെ മുമ്പിൽ രണ്ട് ചോയ്സ് ആണ്. ഫോറിൻ പർച്ചേസ്, നമ്മളിപ്പോൾ ഈ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് നമ്മൾ മേടിക്കുകയാണെങ്കിൽ റഷ്യയിൽ നിന്ന് മേടിക്കണോ അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് മേടിക്കണോ എന്നുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. കാരണം F-35 ആണ് ഏറ്റവും പിന്നെ പ്രാധാന്യം അർഹിക്കുന്ന, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പിന്നെ എന്താണ് പറയുക, വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫൈറ്റർ സ്റ്റെൽത്ത് ജെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F-35 ആണ്. റഷ്യയുടെ Su-57 വളരെ മെച്ചപ്പെട്ട ഒരു വെപ്പൺ സിസ്റ്റം ആണെങ്കിൽ തന്നെ അത് അതിൻ്റെ സ്റ്റെൽത്ത് നേച്ചർ അല്ലെങ്കിൽ ഫീച്ചേഴ്സ് F-35നേക്കാളൊക്കെ വളരെ പിന്നിലാണ് എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ, അല്ലെങ്കിൽ ഈ ട്രംപിന്റെ ടാരിഫ് 25% ഇന്ത്യക്ക് മേൽ ടാരിഫ് ഏർപ്പെടുത്താൻ പോവുകയും അതുപോലെ തന്നെ റഷ്യയായിട്ട് നമ്മളിനി കച്ചവടം, ഏത് തരത്തിലുള്ള കച്ചവടം, പ്രത്യേകിച്ച് എനർജിയുടെ കാര്യത്തിലും വെപ്പൺസിന്റെ കാര്യത്തിലൊക്കെ റഷ്യയായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, സഹകരണം കൂടുതൽ നിലനിർത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ, റഷ്യക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് റഷ്യയായിട്ട് കച്ചവടം ചെയ്യുന്ന ഇന്ത്യക്ക് മേലും അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെ മേലും അഡീഷണൽ ആയിട്ടുള്ള പിഴകൾ ചുമത്തുമെന്നുള്ളൊരു ഭീഷണി ട്രംപ് മുഴക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ആ ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ ആ ഒരു അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ സമീപനത്തോട് ബന്ധപ്പെടുത്തി എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ ഒഫീഷ്യലി നമ്മൾ F-35 ഡീല് അല്ലെങ്കിൽ US-ന്റെ ഓഫറിനെ നമ്മൾ, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിന്റെ ഓഫറിനെ നമ്മൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ നിരസിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു പിന്നെ ക്ലിയർ ആയിട്ടുള്ള ഷിഫ്റ്റ് അല്ലെങ്കിൽ മാറ്റം നമ്മുടെ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ. അപ്പോൾ നമ്മളത് റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു നമ്മൾ പറഞ്ഞിട്ടില്ല, പക്ഷേ അമേരിക്കയുടെ ഓഫർ നമ്മൾ നിരസിക്കുകയാണ് ചെയ്തത്. അമേരിക്കയിൽ നമുക്ക് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് വേണ്ട എന്നുള്ളൊരു പൊസിഷൻ ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്, അല്ലെ മുൻഗണന കൊടുക്കുന്നത്, നമ്മൾ തദ്ദേശീയമായിട്ട് നമ്മളുടെ മെയ്ഡ് ഇൻ മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാംസ്, അല്ലെങ്കിൽ ആത്മനിർഭർ ഭാരത് എന്നുള്ള ഒരു പിന്നെ പ്രോഗ്രാം അനുസരിച്ചിട്ട് നമ്മളുടെ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കൂടുതൽ വികസിപ്പിച്ചെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ആ, മുന്നിൽ നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. കാരണം നമ്മളിപ്പോൾ തൽക്കാലം നമ്മളുടെ ചൈനയുടെയും, അല്ലെങ്കിൽ ചൈനയ്ക്ക് ഉള്ളതുകൊണ്ട് പാകിസ്ഥാൻ അത് ലഭിക്കും, സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കിട്ടുമെന്നുള്ളൊരു അസംഷന്റെ ബേസിൽ ഇന്ത്യക്ക് പെട്ടെന്ന് തന്നെ ഒന്നോ രണ്ടോ സ്ക്വാഡ്രന്റെ ആവശ്യം ഉണ്ടാകും. അത് നമ്മൾ ചിലപ്പോൾ റഷ്യയിൽ നിന്നുമല്ല നമ്മൾ വാങ്ങിച്ചിരിക്കും. അപ്പോൾ അത് നമുക്ക് താൽക്കാലികമായിട്ടുള്ളൊരു സ്റ്റോപ്പ് ക്യാപ്പ് എന്നൊക്കെ നമുക്ക് പറയുന്നത്. പക്ഷേ മീഡിയം ടു ലോങ് ടൈമിൽ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വർഷം തന്നെ മോഡി ഫെബ്രുവരിയിൽ അമേരിക്ക വിസിറ്റ് ചെയ്തപ്പോഴാണ് F-35 സെയിൽ പിച്ച് ഡൊണാൾഡ് ട്രംപ് നടത്തിയത്. അപ്പോൾ അത് പിന്നെ ഇന്ത്യക്ക് ഇന്ത്യയുടെ പ്രിഫറൻസ്, അല്ലെങ്കിൽ ഇന്ത്യ പ്രിയോറിറ്റി കൊടുക്കുന്ന പറഞ്ഞാൽ നമുക്ക് തദ്ദേശീയമായി മാനുഫാക്ചർ ചെയ്യുക, അതുപോലെ തന്നെ ജോയിന്റ് ആയിട്ടുള്ള മാനുഫാക്ചറിങ്. അതായത് ഇപ്പോൾ റഷ്യയാണെങ്കിൽ റഷ്യ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും അതിൻ്റെ സോഴ്സ് കോഡ് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ തയ്യാറാണ്. പക്ഷേ അമേരിക്ക അതിനൊന്നും തയ്യാറല്ല. അപ്പോൾ തയ്യാറാകാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയുള്ള ഓഫറുകൾ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ ഗുണകരമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയിൽ നമ്മൾ ഇതുപോലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ്, ഫൈറ്റർ ജെറ്റ്സ് പോലുള്ള വെപ്പൺ സിസ്റ്റം വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതൊരു ഹൈ എൻഡ് വാർപ്ലെയിൻ ആണ്. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ആണ്. അതിന് സംശയമൊന്നുമില്ല.
അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ രണ്ടാമത്തെ വരവോടുകൂടി ഇന്ത്യ അമേരിക്ക ഭയങ്കര സൗഹൃദം പങ്കിടുന്ന രാജ്യങ്ങളാണെങ്കിൽ തന്നെയും റിലേഷൻസിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ പെട്ടെന്നുള്ള 25% ടാരിഫ് ഇന്ത്യയുടെ അമേരിക്കയിലേക്കുള്ള എക്സ്പോർട്ടിൻ്റെ മുകളിൽ. അപ്പോൾ അത് ഓഗസ്റ്റ് 7 മുതൽ, 1-ാം തീയതിയാണ് പറഞ്ഞത്, പിന്നെ അത് ഓഗസ്റ്റ് 7ലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളുടെ സർക്കാരിനെയും അല്ലെങ്കിൽ നമ്മളുടെ സർക്കാർ ഒഫീഷ്യൽസിനെയൊക്കെ തന്നെ, ഇന്ത്യൻ ഒഫീഷ്യൽസിനെയൊക്കെ ഒന്ന് ആശങ്കപ്പെടുത്തും. പെട്ടെന്നൊരു എന്താണ് പറയുന്നത്, ഒരു പെട്ടെന്നുള്ളൊരു ഷോക്ക് എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചടി ഏതെങ്കിലും, കാരണം നമുക്കും തീർച്ചയായിട്ടും നമ്മുടെ കയ്യിലും ചില ചീട്ടുകളുണ്ടല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു റീറ്റാലിയേഷൻ അല്ലെങ്കിൽ തിരിച്ചടി അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണം നടത്തുന്നതിനെക്കുറിച്ച് നമ്മളിതുവരെ ഒന്നും ആലോചിച്ചിട്ടില്ല. ആലോചിച്ചിട്ടില്ലെന്നല്ല, നമ്മൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ പൊതുവെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഡിക്ലറേഷനോ ഉണ്ടായിട്ടില്ല. പക്ഷേ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ട്രേഡിൽ വ്യാപാര കമ്മി, അമേരിക്കയ്ക്കുള്ള വ്യാപാര കമ്മി കുറയ്ക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. അതായത് അമേരിക്കയിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുക, നാച്ചുറൽ ഗ്യാസ്, ഗോൾഡ്, കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻ്റ്, ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പിന്നെ കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുക. അങ്ങനെ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര കമ്മി കുറയ്ക്കുവാനൊക്കെ ഇന്ത്യ തയ്യാറാണ് എന്നുള്ള ഒരു എന്താ പറയുക, നമ്മളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റെഡിനെസ്, താല്പര്യം, അല്ലെങ്കിൽ നമ്മൾ തയ്യാറാണ് നമ്മളത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്, പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫൻസ്, പ്രതിരോധപരമായിട്ടുള്ള പർച്ചേസ് അല്ലെങ്കിൽ അമേരിക്കയുമായിട്ടുള്ള ഡീല് നമ്മൾ ഏർപ്പെടാൻ തയ്യാറല്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള നിലപാടിൻ്റെ വെളിച്ചത്തിലാണ് നമ്മളിപ്പോൾ F-35 വേണ്ട, അല്ലെങ്കിൽ ആ ഒരു ഓഫർ നമ്മൾ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ ജെറ്റാണ്. അപ്പോൾ അമേരിക്ക ഒത്തിരി നാളുണ്ട് നമ്മളിത് പിടിച്ചേൽപ്പിക്കാൻ പിന്നെ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള പല അടവുകളും അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചൈനയുടെ ഏഷ്യയിൽ അല്ലെങ്കിൽ ഏഷ്യ പസഫിക്കിലുള്ള ചൈനയുടെ വർദ്ധിച്ചു വരുന്ന മിലിറ്ററി പ്രസൻസ്, അവരുടെ ഒരു ശക്തി പ്രകടനവും ശക്തിയുടെ സാന്നിധ്യവും ഒക്കെ തന്നെ പ്രതിരോധിക്കുവാൻ ഇന്ത്യയെ കൂടുതൽ ശക്തമാക്കിയെടുക്കുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് F-35 എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ഇന്ത്യയെ കൊണ്ട് വാങ്ങിപ്പിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ഒരു ലക്ഷ്യമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇന്ത്യ ഒഫീഷ്യലി ഇത് റിജക്റ്റ് ചെയ്തെന്നുള്ളത് ബ്ലൂംബർഗ് എന്ന് പറയുന്നൊരു പിന്നെ മീഡിയ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഒന്നുമില്ല. എന്നുവെച്ചാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു മൂവ് ഉണ്ടായിട്ടുണ്ടോ ഇല്ലെന്നുള്ള കാര്യം കൃത്യമല്ല. അപ്പോൾ നമുക്ക് അമേരിക്കയുമായിട്ട് ഈ ഒരു കാര്യത്തിൽ, F-35 കാര്യത്തിൽ ഒരു ഡിഫൻസ് അലൈൻമെൻറ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ തീരുമാനം നമ്മൾ സെൽഫ് റിലയൻ്റ് ആകുക, എന്നുവെച്ചാൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, എന്നുവെച്ചാൽ നമ്മളുടെ പ്രതിരോധപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും മോസ്റ്റ് അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം മുതൽ താഴേക്കുള്ള എല്ലാ കാര്യത്തിലും നമ്മൾ തദ്ദേശീയമായി വികസിപ്പിക്കുക, നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക. അത് മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഏറെക്കുറെ പല മേഖലകളിലും നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു കഴിഞ്ഞു. ഇനിയും ഇതുപോലുള്ള അഡ്വാൻസ്ഡ് ഇപ്പം സ്റ്റെൽത്ത് അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റ് ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക്, കാരണം നമ്മളെ എയർക്രാഫ്റ്റ് കാരിയർ സ്വന്തമായി നിർമ്മിച്ച രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ നമ്മളുടെ എന്താണ് പറയുന്നത് കഴിവുകൾ തെളിയിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് സ്വയം പര്യാപ്തത കൈവരിക്കാനോ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ അതിനൊരു അല്പം കാലതാമസം എടുക്കും. കാരണം ഇന്ത്യയാണ് രാജ്യം, നമുക്കറിയാം. എന്തൊക്കെ പറഞ്ഞാലും അതിൻ്റെയുള്ള കാലതാമസം എടുക്കും. പക്ഷേ ഇന്ത്യക്ക് അത് നേടുവാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഗവൺമെൻറ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഏത് അമേരിക്ക ആയാലും ഫ്രാൻസ് ആയാലും റഷ്യ ആയാലും നമ്മൾ ഇതുപോലുള്ള മിലിറ്ററി കൊളാബറേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വെപ്പൺസൊക്കെ, പ്രധാനപ്പെട്ട വെപ്പൺസൊക്കെ നമ്മൾ മേടിക്കുമ്പോൾ ടെക്നോളജി ട്രാൻസ്ഫർ, അവർ ടെക്നോളജി നമുക്ക് ഷെയർ ചെയ്യണം. ഇന്ത്യയിൽ അതിൻ്റെ പ്രൊഡക്ഷൻ ആരംഭിക്കാനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുൻഗണന നൽകിക്കൊണ്ടാണ് ഇന്ത്യ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാറുള്ളത്. ഇപ്പോൾ റഷ്യയുമായിട്ട് Su-57
ഡീൽ നമ്മൾ ഒപ്പുവെക്കുകയാണെങ്കിൽ റഷ്യ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു റഷ്യ തയ്യാറാണ്, ജോയിന്റ് കൊളാബറേഷൻ തയ്യാറാണ്, സെക്യൂരിറ്റി കോഡ് പിന്നെ അതിൻ്റെ ഷെയർ ചെയ്യാൻ തയ്യാറാണ്. അമേരിക്ക അതിന് തയ്യാറല്ല. കാരണം അമേരിക്ക അതിൻ്റെ അവരുടെ F-35 നമുക്ക് തരുവാണെങ്കിൽ തന്നെ അതൊരു ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റായിട്ട് നമുക്ക് തരും, പെട്ടെന്ന് അവിടൊരു ഫൈനൽ പ്രോഡക്റ്റായിട്ട് തരും. പിന്നെ അതിൽ യാതൊരു പിന്നെ നിയന്ത്രണം നമുക്കുണ്ടാകത്തില്ല. അവർ സെക്യൂരിറ്റി കോഡല്ല, സോഴ്സ് കോഡ് തന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളൊന്നും തന്നെ, മിസൈലോ റോക്കറ്റ്സോ ബോംബ്സോ ഒന്നും തന്നെ ഇനി അതിൽ ഘടിപ്പിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം നമ്മൾ അവരിൽ നിന്ന് മേടിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ അത് നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ച് ഭാരിച്ച ചിലവായിരിക്കും. കാരണം നമ്മളിപ്പോൾ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റ് മേടിച്ചു കഴിഞ്ഞാൽ മിനിമം 30 മുതൽ 40 വർഷം വരെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും നമുക്ക്. അപ്പോൾ ഇത്രയും വർഷം നമ്മൾ അവരെ ആശ്രയിച്ച് വേണം നമുക്ക് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ ചിലവേറിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സോഴ്സ് കോഡ് കിട്ടുകയാണെങ്കിൽ അതിന് തയ്യാറായിട്ടുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ റഷ്യ പോലുള്ള രാജ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവരെ ആശ്രയിക്കുന്നതായിരിക്കും നമുക്ക് നല്ലത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അമേരിക്ക അതിന് തയ്യാറല്ല. അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള പ്രധാനപ്പെട്ട നമ്മളുടെ പ്രതിരോധപരമായിട്ടുള്ള വെപ്പൺ സിസ്റ്റം ഒക്കെ നമ്മൾ അക്വയർ ചെയ്യുമ്പോൾ അമേരിക്ക നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതിനുള്ള മറ്റു പലതരത്തിലുള്ള പ്രഷേഴ്സും അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നമുക്ക് പല രാജ്യങ്ങളും നേരിടുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കും അങ്ങനെയുള്ള പ്രഷറുകൾ, സമ്മർദ്ദങ്ങൾ, ഇപ്പം നമ്മളൊരു എമർജൻസി ഇപ്പോൾ പാകിസ്ഥാനായിട്ട് നമ്മളൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ പോലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ നമുക്കൊരു പക്ഷേ ഈ F-35 യൂസ് ചെയ്യണമെങ്കിൽ അമേരിക്കയുടെ അപ്രൂവൽ ഇല്ലാതെ ഒരു പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അമേരിക്കയുമായിട്ടുള്ള ഈ ഡീലിൽ വലിയ താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ ഇത് മാത്രമല്ല, അമേരിക്കയായിട്ടുള്ള മൊത്തമുള്ള ബന്ധം ഇപ്പോൾ അല്പം സമ്മർദ്ദത്തിലാണ്. കാരണം ട്രംപിൻ്റെ വരവോടുകൂടി ട്രംപ് ഓപ്പറേഷൻ സിന്ധുവിൻ്റെ സമയത്ത് ട്രംപ് വലിയൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നു. കാരണം ട്രംപ് ഇടപെട്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തിയത്. പക്ഷേ ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇത് അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യ പറഞ്ഞു, ഇന്ത്യയുടെ ഈ പറഞ്ഞ പാകിസ്ഥാനായിട്ടുള്ള കോൺഫ്ലിക്റ്റിൽ ഒരു രാജ്യത്തിൻ്റെയും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ക്വാഡ് സമ്മിറ്റിൽ അതിനകത്തിൽ US, ജപ്പാനും ഓസ്ട്രേലിയ, ഇന്ത്യയാണ്. അപ്പോൾ അത് ഇന്ത്യ അതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമാറ്റിക് ചാനൽസ് എല്ലാം ഓപ്പണാണ്. അമേരിക്കയായിട്ടുള്ള ചർച്ചകൾ തുടരുന്നതിന് വേണ്ടി അത് ട്രേഡ്, ഇതുപോലുള്ള മറ്റു പല മേഖലകളിലുള്ള കോപ്പറേഷൻസ് ഒക്കെ തന്നെ ഇരു രാജ്യങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളുമാണ്. പ്രതിരോധപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള ഇപ്പോൾ ട്രേഡ് ടോക്സ് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് ഫൈനലൈസ് ആയിട്ടില്ല. അപ്പോൾ അത് ഫൈനലൈസ് ആകുന്നതിന് മുമ്പാണ് ട്രംപിൻ്റെ ഈ മാതിരി പ്രഷേഴ്സും ത്രെഡ്സ്, ഭീഷണികളൊക്കെ തന്നെ, ടാരിഫിൻ്റെ ഒക്കെ തന്നെ. അത് പക്ഷേ ട്രേഡ് വ്യാപാര ചർച്ചകൾ സജീവമാകുമ്പോൾ, പുരോഗമിക്കുമ്പോൾ ഒരുപക്ഷെ അത് ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ ഈ ടാരിഫിൻ്റെയൊക്കെ റേറ്റ് കുറയ്ക്കാനും ഇരു രാജ്യങ്ങൾക്കും പരസ്പരം മ്യൂച്വലി ബെനഫിഷ്യൽ ആയിട്ടുള്ള, പ്രയോജനകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ആ ട്രേഡ് ടോക്സ് ഒക്കെ കൊണ്ടെത്തിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പ്രതിരോധപരമായിട്ടുള്ള മേഖലകളിലും ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്തിന് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ സെക്യൂരിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഡീലുകളിൽ ഏർപ്പെടാൻ കഴിയൂ എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ F-35. കാരണം ട്രംപ് നമ്മളെ ഇത്രയും ടെസ്റ്റ് ചെയ്യുമ്പോൾ, പരീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യക്ക് അനുകൂലമല്ലാത്ത നിലപാടുകൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അമേരിക്കയ്ക്കും തിരിച്ച് നമുക്ക് പണി കൊടുക്കാൻ സാധിക്കുന്ന മേഖലകൾ അല്ലെങ്കിൽ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരു രാജ്യമെന്ന രീതിയിൽ നമ്മളും ചെയ്യേണ്ടത്. ഒരുപക്ഷെ അതിൻ്റെ ഒരു റിഫ്ലക്ഷനായിട്ടായിരിക്കും നമുക്കിപ്പോൾ ഈ ഒരു F-35 ഡീല് നമ്മൾ റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ നേരത്തെ ട്രംപ് ഇത് ഓഫർ ചെയ്തപ്പോഴേ, ഈ സെയിൽസ് പിച്ച് നടത്തിയപ്പോഴേ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഇന്ത്യ അതിൽ കെറിൽ പിടിക്കാനുള്ള സാധ്യതയില്ല. കാരണം അതുകൊണ്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് വളരെ സൈലൻ്റ് ആയിരുന്നു. ഒരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും പുറത്തേക്ക് വിട്ടില്ല. ഒരു ഒഫീഷ്യൽസിൻ്റെ പക്കൽ നിന്നോ, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്നോ, മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ നിന്നോ, മറ്റ് ഒഫീഷ്യൽസിൽ നിന്നോ ഒന്നും തന്നെ യാതൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യ പറഞ്ഞിട്ടില്ല. മേടിക്കുന്നോ മേടിക്കത്തില്ലെന്നോ, അതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നോ, അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങിയെന്നോ, അല്ലെങ്കിൽ അതുപോലുള്ള സമാനമായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഗവൺമെൻറ്റിൻ്റെ പക്കൽ നിന്ന് നമ്മൾ കേട്ടിട്ടില്ല. വളരെ സൈലൻ്റ് ആയിരുന്നു ഇക്കാര്യത്തിൽ. ഇന്ത്യ റഷ്യയെ ആശ്രയിക്കാനുള്ള സാധ്യതയായിരുന്നു കൂടുതലെന്ന് നമുക്ക് അന്നും അറിയായിരുന്നു.
ഇപ്പോൾ ഏകദേശം അതിനുള്ള ഒരു സാധ്യത കൂടുതൽ വഴി തെളിഞ്ഞു വരികയാണ്. ഈ ഒരു ഓഫർ റിജക്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ. ഇത് ബ്ലൂംബർഗ് എന്ന് പറയുന്ന അമേരിക്കൻ മീഡിയ ആണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ അത് ഈ വാർത്തയുടെ നിജസ്ഥിതി, ഈ റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതി എത്രത്തോളമാണെന്ന് ഇതുവരെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇന്ത്യ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. കാരണം ഇന്ത്യക്ക് ഗുണകരമായിരിക്കത്തില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ ഇതാണ് നമുക്ക് F-35 ഫൈറ്റർ ജെറ്റ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് പറയുന്ന ട്രംപ് ഓഫർ ചെയ്ത ആ ഒരു സെയിൽസ് പിച്ച് അല്ലെങ്കിൽ ഓഫർ. അത് ഡീലായില്ല, ഡീലാകത്തില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ഇനിയും കൂടുതൽ റിപ്പോർട്ടുകൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മറ്റു കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ കഴിയും. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.